മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 5/2/1993 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പുണർദമാണ് നക്ഷത്രം, പുണർദം 3-ാം പാദം, മീനലഗ്നം, ലഗ്നത്തിൽ ശുക്രൻ, ഗുളികൻ, 2 ശൂന്യം, 3-ൽ കേതു, 4-ൽ ചന്ദ്രൻ, കുജൻ, 5, 6 ഭാവങ്ങൾ ശൂന്യം, 7-ൽ വ്യാഴം, 8 ശൂന്യം, 9-ൽ രാഹു, 10 ശൂന്യം, 11-ൽ സൂര്യൻ, ശനി, 12-ൽ ബുധൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ വിളിച്ചിരുന്നത് വിവാഹം വൈകുന്നു. 93 ജനിച്ച വർഷം, വിവാഹം വൈകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ കാരണം? വിവാഹം വൈകുന്നു എന്ന കാരണത്താലാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ വിളിച്ചിരുന്നത്. പ്രത്യേകിച്ചും സംശയം തോന്നത്തക്ക രീതിയിലുള്ള 1-2 അവസ്ഥകൾ കൂടെ ഈ ഗ്രഹനിലയിലുണ്ട്. പ്രധാനമായും ലഗ്നാൽ 7-ൽ വ്യാഴം നിൽക്കുന്നു. എന്നിട്ടും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന സ്വഭാവക്കാരനായിട്ടുള്ള വ്യാഴം 7-ൽ നിന്നിട്ടും എന്തുകൊണ്ട് വിവാഹം സമയത്ത് നടക്കുന്നില്ല? അപ്പോൾ അതിന് മറ്റ് കാരണങ്ങൾ കൂടെ ഉണ്ട് എന്നതല്ലേ അതിൻ്റെ അർത്ഥം. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇദ്ദേഹം മീനലഗ്നം, ലഗ്നത്തിൽ ശുക്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്നു. മാളവ്യ യോഗം, തർക്കമില്ല. പക്ഷേ ഗുളികൻ പിടുത്തമിട്ട ശുക്രനാണത്. വലിയ ഗുണമൊന്നും അത് ചെയ്യില്ല. എന്ന് വെച്ചാൽ ശുക്രനെ പരിപൂർണമായും ഗുളികൻ അധീനതയിൽ നിർത്തും. ശുക്രനെ കൊണ്ട് ഗുണഫലങ്ങൾ വരുത്തുന്നതിന് ഗുളികൻ തടയിടും എന്ന് സാരം. പ്രസ്തുത ശുക്രൻ ലഗ്നാൽ 7-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ആ ദൃഷ്ടി കന്നിയിലെത്തുമ്പോൾ അത് നീച ദൃഷ്ടിയായിട്ട് മാറുന്നു. അപ്പോൾ ഗുളികനോട് ചേർന്ന് നിൽക്കുന്ന ശുക്രൻ്റെ 7-ാം ദൃഷ്ടി 7-ലേക്ക് വരുന്നു. കന്നിയിൽ വ്യാഴം നിൽക്കുന്നു എന്ന് വച്ചാൽ ഗുരു നിൽക്കുന്നത് ബുധൻ്റെ ക്ഷേത്രത്തിലാണ്. ബുധൻ്റെ ക്ഷേത്രത്തിലെ ഗുരുവിനെ അണഞ്ഞു വിശ്വസിക്കാൻ കഴിയില്ല. ശത്രുക്ഷേത്രമാണ് വ്യാഴത്തെ സംബന്ധിച്ച്. അതുപോലെ തന്നെ കുജൻ, ചന്ദ്രൻ വർഗോത്തമം ചെയ്ത ചന്ദ്രനാണ് എന്ന് വച്ചാൽ നവാംശത്തിലും ചന്ദ്രൻ്റെ സ്ഥാനം മിഥുനത്തിൽ തന്നെയാണ്. മിഥുനത്തിൽ നിൽക്കുന്ന കുജൻ, കുജൻ ശത്രുക്കളാണ്. ബുധൻ, ചന്ദ്രൻ ശത്രുക്കളാണ്. അത്തരം കുജൻ്റെ 4-ാമത്തെ ദൃഷ്ടി ലഗ്നാൽ 7 വിവാഹസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. ശത്രു ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് തൻ്റെ 4-ാം ദൃഷ്ടി അത് എത്തുന്നതും ശത്രു ക്ഷേത്രത്തിലേക്ക് തന്നെയാണ്. നല്ലതല്ല. ഉപരി 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ നഷ്ടസ്ഥാനമായിട്ടുള്ള 12-ൽ പ്രത്യേകിച്ചും ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. നല്ലതല്ല. വിവാഹകാരക ഗ്രഹമായിട്ടുള്ള ശുക്രൻ ഏതൊരു ഗ്രഹനിലയിലും ഗുളികനോടൊത്തു നിൽക്കുന്നു. ഉപരി 11-ൽ നിൽക്കുന്ന സൂര്യൻ, ശനി, സൂര്യനോടൊത്തു നിൽക്കുന്ന ശനിയുടെ 3-ാമത്തെ ദൃഷ്ടി ലഗ്നത്തിലേക്ക്, പ്രത്യേകിച്ചും ഗുളികൻ നിൽക്കുന്ന ഇടത്തേക്ക്, വിവാഹകാരക ഗ്രഹമായിട്ടുള്ള ശുക്രൻ നിൽക്കുന്ന ഇടത്തേക്ക് നിൽക്കുന്നു. നല്ലതല്ല. അതോടൊപ്പം തന്നെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ രാഹുവും നിൽക്കുന്നു. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ അപ്പുറത്തു മാറിക്കിടക്കുമ്പോൾ ലഗ്നാൽ 7-ലൊരു വ്യാഴം നിന്നു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അത് വെളിവാക്കുന്ന അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന ഒരു ഗ്രഹനില കൂടിയാണത്. പല ആളുകൾക്കും തെറ്റായിട്ടുള്ളൊരു ധാരണയുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്നു, അല്ലെങ്കിൽ വ്യാഴം ഇന്ന പൊസിഷനിലുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് ആ കാര്യം നടക്കുന്നില്ല. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ മറുവശത്ത് ചിന്തിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങളെന്ന് പറയുന്നത്, വെറുതെ ലഗ്നാൽ 7-ലൊരു വ്യാഴമുണ്ട്, എല്ലാം കൃത്യമായി ഭംഗിയായി എന്ന് അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വിവാഹം നേരത്തെ തന്നെ നടക്കേണ്ടതായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. ഇത് വളരെ ശക്തമായിട്ടുള്ള വിവാഹ സംബന്ധമായിട്ടുള്ള ഡിലേയ്സ് എഴുതി വച്ചിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണത്. പക്ഷേ അത് ഡീപ്പർ ലെവലിൽ ഇറങ്ങി ചിന്തിച്ചാൽ മാത്രമാണ് അതിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് എടുക്കാൻ കഴിയുക.
മാത്രവുമല്ല ഇദ്ദേഹം 2036 വരെ ബുധദശയിലാണ്. ബുധൻ 7ാം ഭാവാധിപനാണ്. 4ൻ്റെയും 7ൻ്റെയും ഭാവാധിപത്യങ്ങൾ വഹിച്ച് നഷ്ടസ്ഥാനമായിട്ടുള്ള 12ൽ ശനിയുടെ ക്ഷേത്രത്തിലാണ് ബുധൻ നിൽക്കുന്നത്. വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ടൈമിലൂടെ ഒന്നുമല്ല അദ്ദേഹം സഞ്ചരിക്കുന്നത്. ബുധൻ്റെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ശത്രുക്കൾ കൈയടക്കിയിട്ടുമുണ്ട്. 1, 7ൽ വ്യാഴം നിൽക്കുന്നു. 2, 4ൽ ചന്ദ്രൻ കുജൻ നിൽക്കുന്നു. ഇതൊന്നും ബുധനുമായിട്ട് സൗഹൃദങ്ങളിൽ പോകുന്ന അല്ലെങ്കിൽ സൗഹൃദത്തിൽ പോകുന്ന ഗ്രഹങ്ങളെ അല്ല. ഇതെല്ലാം ഡിലേയ്സ്, അതല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, അതല്ല എങ്കിൽ വരാം അല്ലെങ്കിൽ വരുന്നുവെന്ന് പറഞ്ഞ ശേഷം വാക്ക് തരുന്ന ഒരവസ്ഥയൊക്കെ എത്തുന്നതിനനുസരിച്ച് തിരിച്ചു പോകുന്ന അവസ്ഥ പോലെയുള്ള അനുഭവങ്ങൾ ഇടയ്ക്കിടെ അല്ലെങ്കിൽ അടിക്കടി ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാം. ഇത് വളരെ ടഫായിട്ടുള്ള, വിവാഹ സംബന്ധമായിട്ട് വളരെ ടഫായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ്. മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ 9ലെ രാഹു. അത് ഏത് പൊസിഷനിൽ നിന്നാലും ആർക്കായാലും ലഗ്നാൽ 9ൽ ഭാഗ്യസ്ഥാനത്ത് രാഹു നിന്ന് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഒരാളുടെ വരുമാനം അതൊരു ഭാഗ്യമാണ്, ജോലി അതൊരു ഭാഗ്യമാണ്, വിവാഹം ഒരു ഭാഗ്യമാണ്. ഇതെല്ലാം കൊടുക്കേണ്ടുന്ന ഭാഗ്യസ്ഥാനത്ത് രാഹു നിന്ന് കഴിഞ്ഞാൽ ഇതിനെയെല്ലാം ടോക്സിക് ആക്കും, ഇതിനെയെല്ലാം ഡിലേ വരുത്തും, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരുത്തും, നെഗറ്റീവ്സ് വരുത്തും. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും വിവാഹം ചേർക്കുന്ന സമയത്തും. ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് എന്തുകൊണ്ട് വിവാഹം ഡിലേ വരുന്നു എന്നതാണ്. പക്ഷേ വിവാഹം ചേർക്കുന്ന സമയത്തും ഇത്തരം ഗ്രഹനിലകൾ വളരെ ശ്രദ്ധിച്ച് തന്നെ വേണം ചേർക്കാനായിട്ട്. അവിടെ വ്യാഴം കൃത്യമായിട്ട് സഹായം കൊടുക്കും. എന്ന് വെച്ചാൽ വരുന്ന ഗ്രഹനിലയ്ക്ക് ഒരല്പം നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അതിനെ വ്യാഴം ഒരു വിധത്തിൽ പരിഹാരം ചെയ്യും. പക്ഷേ അത് എന്ന് കരുതി 100ൽ 100% ചേർക്കാൻ പറ്റാത്ത ഗ്രഹനിലകളാണ് ചേർക്കുന്നതെങ്കിൽ വ്യാഴം നിസ്സഹായനായി തന്നെ തുടരും. അവിടെ ഇപ്പോൾ നിലവിൽ നിസ്സഹായനായി വ്യാഴം തുടരുന്ന പോലെ തന്നെ. അപ്പോൾ അവിടെയും ഒരു ശ്രദ്ധ അത്യാവശ്യം തന്നെയാണ്. ഒരുവിധ പ്രശ്നങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ വ്യാഴം അത് പരിഹരിച്ച് കൊടുക്കും. പക്ഷേ ഇവിടെ 7ൽ വ്യാഴം നിന്നിട്ടും എന്തുകൊണ്ട് വിവാഹം നടന്നില്ല എന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വിശകലനം തന്നെയാണ് പറഞ്ഞത്. വിവാഹകാരക ഗ്രഹമാണ് ശുക്രൻ. ഗുളികനോടൊത്ത് ശനിയുടെ ദൃഷ്ടിയിൽ, ശനിയാണെങ്കിൽ സൂര്യനോടൊത്ത് നിൽക്കുന്നു. വളരെ ടഫാണോ? 1. 2, 7ാം ഭാവാധിപൻ 12ൽ. 3, ഭാഗ്യസ്ഥാനത്ത് രാഹു. 4, 7ൽ ശത്രു വ്യാഴം ബുധൻ്റെ ക്ഷേത്രത്തിൽ. 5, മറ്റൊരു ശത്രുവായിട്ടുള്ള ബുധൻ്റെ ശത്രുവായിട്ടുള്ള കുജൻ ബുധൻ്റെ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ 4ാം ദൃഷ്ടി 7ലേക്ക് നടത്തുന്നു. ഇതൊക്കെ വളരെ ടഫായിട്ടുള്ള, പറയുമ്പോൾ വളരെ ഈസിയും എന്നാൽ അനുഭവത്തിൽ വളരെ ബുദ്ധിമുട്ടും ടഫുമായിട്ടുള്ള വിവാഹ സംബന്ധമായിട്ടുള്ള അവസ്ഥകളെ സൂചിപ്പിക്കുന്ന ഗ്രഹനില തന്നെയാണ്. പെട്ടെന്ന് കണ്ടാൽ ഇത് മനസ്സിലാവുകയുമില്ല. എല്ലാവരും നോക്കുന്ന സമയത്ത് ലഗ്നാൽ 7ൽ വ്യാഴം നിൽക്കുന്നു, എല്ലാം ഗംഭീരമാണ്. ഏതാണ്ട് 4-5 വർഷത്തിൽ കൂടുതലായിട്ട് ഇദ്ദേഹം വിവാഹം ആലോചിക്കുന്നുണ്ട്. അതിലൊന്നുപോലും ഒത്തു വന്നില്ല എന്ന് പറയുമ്പോൾ ആലോചിക്കാം ആ ഗ്രഹനിലയുടെ കട്ടി സ്വഭാവം എത്രമാത്രമുണ്ട് എന്ന്. അതിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം, ഇദ്ദേഹം 2019 തൊട്ട് ബുധദശയിലാണ്. എന്ന് വെച്ചാൽ 7ാം ഭാവാധിപൻ്റെ ദശയിലാണ്. അവിടെയാണ് 7ാം ഭാവാധിപൻ എന്തവസ്ഥയിൽ എവിടെ ആർക്കൊപ്പം നിൽക്കുന്നുവെന്ന് ചിന്തിക്കേണ്ടത്. പൊതുവേ 7ാം ഭാവാധിപനൊക്കെ 12ൽ നിന്ന് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. നിൽക്കുന്നത് ഗുളികൻ്റെ 12ാം ദൃഷ്ടിയിലുമാണ്. അപ്പോൾ അത് വിവാഹ സംബന്ധമായി വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന അവസ്ഥ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഗ്രഹനില തന്നെയാണ് എന്ന് തിരിച്ചറിയുക. ചേർക്കാൻ പറ്റാത്ത ഗ്രഹനിലകളെ കൊണ്ടുപോയി ചേർത്ത് കഴിഞ്ഞാൽ വ്യാഴത്തെ നിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്, വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത്തരം ആളുകൾ പൊതുവേ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയുണ്ട്, ഒരു തന്ത്രം. എന്തായാലും വൈകി, ഇനി ഉള്ളതാവട്ടെ, നാളും ജാതകവും ഒന്നും നോക്കണ്ട, വരുന്നതിന് ഓക്കെ പറയുക എന്ന് പറയുന്ന ഒരു രീതി സ്വീകരിക്കും. അബദ്ധമാണ്, ഒരു കാരണവശാലും ചെയ്യരുത്. ചെയ്താൽ നല്ല ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ വ്യാഴദശയിൽ ജനിച്ചു, 2000 വരെ വ്യാഴം, അതിനുശേഷം ശനി 2019 വരെ, ശേഷം ബുധൻ 2036 വരെ, ശേഷം കേതു 2043 വരെ, ശേഷം 20 കൊല്ലം ശുക്രൻ 2063 വരെ, ശേഷം സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ നടപ്പ് ദശ ബുധനിൽ രവിയാണ്. 19/10/2025 തൊട്ട് 26/8/2026 വരെ. ബുധൻ 12ൽ ഗുളികൻ്റെ ദൃഷ്ടിയിൽ ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. രവി 11ൽ ശനിയോടൊത്ത് വർഗശത്രുവിനോടൊത്ത് നിൽക്കുന്നു. അവിടേക്ക് കുജൻ്റെ 8ാമത്തെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ ശേഷം വ്യാഴത്തിൻ്റെ 5ാം ദൃഷ്ടി അവിടേക്കുണ്ട്. കൃത്യമായി വേണ്ടുന്ന പരിഹാരങ്ങൾ ചിട്ടപ്രകാരം ചെയ്ത് മുന്നോട്ട് പോവുകയും പ്രായോഗികമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തും പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ കൂടെ സാധ്യതയെങ്കിലും തെളിയുന്ന ഒരു സമയം ഇതിലുണ്ട് എന്നും തിരിച്ചറിയുക.
വ്യാഴത്തിൻ്റെ ദൃഷ്ടി തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അപഹാരത്തിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നിടത്തേക്ക് വരുന്നുണ്ട്. വലിയ സാധ്യത തന്നെയാണ്. അപ്പോൾ ചെയ്യേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായി ചെയ്യുക, ചിട്ടപ്രകാരം തന്നെ ചെയ്യുക. അല്പം ടഫ് തന്നെയാണ്. അല്പം ബുദ്ധിമുട്ടിയെങ്കിൽ മുഷിഞ്ഞെങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാകുള്ളൂ. അത്തരം പാറ്റേണിൽ വരുന്ന ഒരു ഗ്രഹനിലയാണത്. അപ്പോൾ അത് ചിട്ടപ്രകാരം ചെയ്തു പോയി കഴിഞ്ഞാൽ 4 അതല്ലെങ്കിൽ 6 മാസത്തിനകം തന്നെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഇതിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.